അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയാൻ കേട്ടോ. ഞാൻ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ വന്നിട്ട് അപ്പോൾ രണ്ട് ലെവലാട്ടോ. ആദ്യത്തെ ഞാനായിരുന്നെങ്കിൽ, യൂട്യൂബൊന്നും ഇല്ലാത്ത ഞാനായിരുന്നെങ്കിൽ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, അത് ഇപ്പോഴത്തെ പോലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് ഒരു 9:30-10 മണി ചിലപ്പോൾ 8:00 നിൽക്കും. എന്നിട്ട് ഇങ്ങനെ, അന്ന് യൂട്യൂബിലൊന്നും അങ്ങനെ നോക്കലില്ല, ഫോണും കാര്യമില്ല, എന്താ പറയുക, X1 ഫോണൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഫോണിലേക്കുള്ള ആ ഒരു ഇതൊന്നുമില്ല. ഇങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ സിറ്റൗട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ പച്ചപ്പൊക്കെ നോക്കിയിട്ട് അപ്പം നമുക്ക് എഴുന്നേറ്റ് ഒന്ന് പോയിക്കൂടെ ബാത്റൂമിലേക്ക്, എന്താ പ്രകൃതി ആസ്വദിക്കുന്നത്. ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ടൊന്നും എനിക്ക് അതിന് മാത്രമുള്ള പ്രകൃതിയൊന്നുമില്ല. ഫുള്ളും പറമ്പിലൊക്കെ, അപ്പുറത്തെ പറമ്പിലൊക്കെ കാട് വന്ന് നിറഞ്ഞ് അതിങ്ങനെ കാണാം. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ, ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നല്ല മഞ്ഞുമാസമൊക്കെ ആയിരുന്നെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് റോഡിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ എത്ര വാഹനങ്ങൾ പോയി, അപ്പോൾ എൻ്റെ ഒരു മണ്ടത്തരാട്ടോ, എത്ര ഓട്ടോറിക്ഷ പോയി, എത്ര വാന് പോയി, എത്ര ബസ് പോയി, ആകെ നോക്കും. പിന്നെ അമ്മ അവർ പോയി കുളിക്കടിയെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുളിക്കാൻ പോകും. അങ്ങനെയൊക്കെ കുളിച്ച് വന്ന് ചായ കുടിക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ ചായ കുടിച്ച് ഓരോ നിസ്കരിച്ച് ഒന്ന് ഖുറാനൊക്കെ ഓതി അപ്പോൾ തുടങ്ങും. അന്ന് ആഫി ഉണ്ടായിരുന്നു കേട്ടോ, ആഫി മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മക്കളായിരുന്നല്ലോ ആഫിൻ്റെ, ജാസിൻ്റെയിലോ. പിന്നെ പറയണ്ട, ഓരെ കൂടെ അങ്ങോട്ട് കളി തുടങ്ങും. പിന്നെ ആഫിയാണല്ലോ വീട്ടിൽ, അന്നാഫിയായിരുന്നു വീട്ടിലെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഉമ്മയും ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെയല്ല, ചോറും കൂട്ടാനും വെക്കലും രാവിലത്തതും. കാരണം ഓളി രാവിലെ ഓൾറെഡി എണീക്കും. അപ്പോൾ ഓളെ മക്കളെ നഴ്സറി പറഞ്ഞേക്കണം, അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ ഓള് ഭയങ്കര ബിസിയാണ്, ഇപ്പോഴും ബിസിയാണ്. അതൊക്കെ കണ്ടിട്ട് നമുക്കതൊന്നും അങ്ങോട്ട് ഏൽക്കൂല. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഉമ്മ പറയും, ഉമ്മ പറയും, ഇത് ശരീരത്തിന് നല്ലതല്ല, എഴുന്നേറ്റ് വന്ന് രാവിലെ തന്നെ ചായ കുടിക്കണമൊന്നും നല്ലതല്ല. ആര് കേൾക്കാൻ, ആരോട് പറയാൻ. അപ്പോൾ ഞാനതൊന്നും കേൾക്കൂല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ കാട്ടിയപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ബ്ലഡ് കുറഞ്ഞിട്ടൊക്കെ എനിക്ക് തലചുറ്റിലൊക്കെ വന്നപ്പോൾ ഡോക്ടേഴ്സ് കാട്ടിയപ്പോഴാണ് പറഞ്ഞത്, വേണ്ടത്ര കാൽസ്യം എന്തെല്ലാം ഉണ്ട്, ഒന്നും ഇല്ല പറഞ്ഞു. ഓൾറെഡി ഒന്നും ഇല്ലല്ലോ. അപ്പം പറഞ്ഞ് തലക്കാലത്തും ആൾതാമസമില്ല, ബ്ലഡും ഇല്ല, അവർക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉമ്മ കളിയാക്കട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആ തലചുറ്റിലൊക്കെ മാറിട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ കാരക്ക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ അങ്ങനെ അതൊന്നും കഴിക്കില്ല. അന്നിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു വലിയൊരു ക്രൈസ് ഇല്ല, ഫുഡിനോടൊന്നും വലിയ ക്രൈസ് ഇല്ല എനിക്ക്. അപ്പം ഞാൻ തോന്നിയ പോലെ ചായ കുടിച്ച് പോകും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല കേട്ടോ. ഈ വീട്ടിൽ കയറി അന്ന് തൊട്ടാണ് എനിക്ക് ഈ ചോറ് വേണ്ടാതായത്. എന്താണെന്ന് അറിയില്ല, നല്ലപോലെ ഞാൻ ചോറൊക്കെ കഴിച്ച വ്യക്തി തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ആളായിരുന്നു, അതും സാധാ ചോറ്. ഇവിടെ എത്തിയപ്പോൾ എവിടെന്നാ എനിക്ക് വെളിവാളല്ല എന്താ പറയുക, എനിക്കെന്നെ അറിയില്ല, എന്തോ ഒന്ന് പറയല്ലോ, ഒരാവേശത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞും പോയി, കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഉണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഞാനത് കഴിക്കലില്ല. പിന്നെ ഇവിടെ കയറിയ ഒരു വർഷമൊക്കെ ആയപ്പോൾ, കയറിയ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഉപ്പാൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ വെച്ചു. അപ്പോൾ പിന്നെ ഒന്നുമില്ല, അതായത് ഫുഡും കാര്യങ്ങളോടൊന്നും വലിയ അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ മരിച്ചത് മുതലാട്ടോ അപ്പോൾ ഇവിടെ ആയത്, അല്ലാതെ ആദ്യം ഇവിടെ ആയതല്ല, നമ്മളിവിടെ നിന്നത്. പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ടൈം പോകുമല്ലോ. അപ്പോൾ മക്കൾ ജാസി അതിൽ നഴ്സറി വിട്ട് വരും. അന്ന് ദിലു നഴ്സറി ആക്കാനായിട്ടില്ല. അപ്പോൾ ദിലുവിൻ്റെ കൂടെ അങ്ങനെ കളിച്ചു, ഓളാ ടോയ്സ് വെച്ചിട്ട് ഞാൻ കളിക്കും. അങ്ങനെ ഒരു ചിട്ടയില്ലാതെ എൻ്റെ ലൈഫ് അങ്ങനെ പോയി. അല്ല, എപ്പോഴും ആർക്കും ചിട്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയാലും ഓള് ഭയങ്കര പലഹാരമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കും, അത് കഴിക്കും. അങ്ങനെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ കഴിക്കും. പിന്നെന്താ, ചോറ് മാത്രം കഴിക്കാതെ ഇനി അതിനിടയ്ക്ക് ഓള് ബിരിയാണി അങ്ങനെ കാക്കുകയാണെങ്കിൽ കഴിക്കും. ഇനിയിപ്പോൾ ഉമ്മാണ് നന്നായി ബിരിയാണിയൊക്കെ വെക്കലുണ്ട്, അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും. എന്നിപ്പോൾ ബിരിയാണി ഒന്നും പറ്റില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ഓൾ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഓള് എന്താ പറയുക, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കേട്ടോ. ഓളെ ഹസ്ബൻഡ്
2 വർഷത്തെ നാട്ടിൽ നിന്നിട്ട് പിന്നെ ഗൾഫിൽ തന്നെ ആയിരുന്നു ബഹ്റൈനിൽ. അപ്പോൾ പിന്നെ ഓള് എന്താ ഓളെക്കാൾ കൂടുതൽ മക്കളോടെ സ്പെൻഡ് ചെയ്യുന്നത് ഞാനാണ്. കാരണം കളിയും ചെയ്യായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ആ 5 വർഷം നല്ല രസമായിരുന്നു. പിന്നെ രാത്രിയിൽ ഓളെന്തെങ്കിലും ദോശയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 5 കൊല്ലോളം നിന്നിട്ട് ദിലുവിനെ സ്കൂളിലാക്കാനായി. ദിലു LKG UKG ഇവിടെ പഠിച്ചിട്ടുണ്ട്. ദിലു ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് JDT വെളിമാട് സ്കൂളിലാണ്. അപ്പോൾ അങ്ങോട്ട് ഒരു പോയപ്പോൾ എൻ്റെ കാര്യം വീണ്ടും എന്താ പറയുക, പിന്നെ ഞാനും ഉമ്മയായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മയെ സുബംസ്കരിച്ച് ഞാനങ്ങോട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ ഓർമ്മ. ഒരു 8 മണിയൊക്കെ ആവട്ടെ ഉറങ്ങാൻ. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഫോണൊക്കെ വന്നിട്ടോ, അതായത് സ്മാർട്ട് ഫോണൊക്കെ വന്നു. അപ്പോൾ പിന്നെ എല്ലാവരെ പോലെ എല്ലാവരും തോണ്ടിയിരിക്കും വാട്സപ്പിൽ എല്ലാവരും സ്റ്റാറ്റസ് നോക്കാനുള്ള ഒരു ആവശ്യത്തിലാണ്. അപ്പോൾ യൂട്യൂബ് ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കഴിഞ്ഞ 4 വർഷത്തിൽ ഞാൻ യൂട്യൂബിലൊരാളായി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആളല്ല, യൂട്യൂബ് ചെയ്തു തുടങ്ങി. അപ്പോൾ യൂട്യൂബ് ചെയ്തു തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 4 വർഷം, കഴിഞ്ഞ 10 മാസം ഒഴിച്ചിട്ട് 3 വർഷം കൂട്ടാം. ഈ 3 വർഷം യൂട്യൂബ് ഉണ്ടോ ചോദിച്ചു. ആ യൂട്യൂബറാലേ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ യൂട്യൂബ് ചെയ്യണ്ടേ ഫാമിലിയിലൊക്കെ അറിഞ്ഞുകൊണ്ട് യൂട്യൂബറാലേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കും. അപ്പോൾ ചോദിക്കുമോ എന്താ ഇതിൽ എന്തെല്ലാം ആഡ് ചെയ്യുന്നു? എന്താ ആഡ് ചെയ്യാൻ? ഉമ്മൻ്റെ 2 ആങ്ങളമാരെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലുണ്ടെങ്കിൽ വീഡിയോ എടുത്തോ ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ ചെറിയ കുട്ടി അന്ന് ഇപ്പം തന്നെ ഇതിൽ ചെറുതല്ലേ. അപ്പോൾ അന്ന് പറയണം കഴിഞ്ഞ 4 കൊല്ലം മുന്നേ. എന്നിട്ട് അത് എടുക്കും. പിന്നെ ഓളുടെ ബർത്ത്ഡേ അത് ഓൾ തന്നെ എടുത്തിട്ട് അയച്ചു തരും. അല്ല ഇവിടെ നിന്നല്ല അവിടെ നിന്ന് അയച്ചു തരും. അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പാട്ട് പാടിച്ച് അങ്ങനെ വീഡിയോസ് അതൊക്കെ. അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയൊരിതില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതല്ല, അതിൻ്റെ ഒരു ദിവസത്താണ്, സോറി. അപ്പോൾ സുബേസ്കരിച്ച് കുറച്ച് കിടന്നു പറഞ്ഞു. 10 മണി 10:30 ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും ബാത്റൂമിലേക്ക്. കുളിച്ച് വന്നു ഇതേപോലെ ചായ കുടിച്ച് ഉമ്മ അപ്പോഴാണ് ചായ ആക്കി തരാം. ഞാനൊന്ന് ചായ കുടിച്ച് നിസ്കരിച്ച് ചില സമയത്ത് ലുഹറിന് ഓതയുള്ളൂ, ചില സമയത്ത് മഗ്‌രിബിനായിട്ട് അപ്പോഴും ഓതാം. അതായത് ലുഹറിന് അപ്പം അങ്ങോട്ട് ഒരു ചില സമയത്ത് തോന്നിയാൽ ഞാൻ ചെയ്യും. അതെല്ലാം എന്നുണ്ടെങ്കിൽ മഗ്‌രിബ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഈ യൂട്യൂബിൽ വന്നത് അതായത് ഈ 4 വർഷം ഞാൻ എന്ത് ചെയ്യുവാനിട്ട് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഷോർട്സ് ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങും. ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോൾ 4 മണിക്കിടും, ചിലപ്പോൾ 5 മണിക്കിടും, എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഇൻസ്റ്റയിൽ നോക്കൂ, ചെന്നക്കൂടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തെല്ലോ കാട്ടി കൂട്ടിയിട്ട് അങ്ങനെ ഇടും. അതുകൊണ്ട് തന്നെ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല. പിന്നെ വൈകുന്നേരം എന്ത് ചെയ്യും, എനിക്ക് പ്രത്യേകിച്ച് പണിയില്ലല്ലോ യൂട്യൂബ്. എനിക്ക് തോന്നുക എൻ്റെ സൗകര്യത്തിന് ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഉറക്കം സ്കെച്ച് ഒതൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വെറുതെ ഫോണിലൊക്കെ ഒന്ന് നോക്കും. അതിൻ്റെ അടുത്ത് ആരെയും കോൾ ചെയ്താൽ എന്നെ വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും. ഫാമിലിയിൽ നിന്നായാലും ആരായാലും അതല്ല ഉമ്മക്ക് കൊടുക്കുന്ന ഉമ്മനോട് സംസാരിക്കും. അല്ലെ ഉമ്മയും ഞാനും സംസാരിച്ചിരിക്കും. അങ്ങനെ പോയി വൈകുന്നേരം ഞാനും ഉമ്മയും ചായ കുടിക്കും. ചായ കുടിച്ച് മഗ്‌രിബ് നിസ്കരിക്കാം, ബാങ്ക് കൊടുക്കാനാവും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിച്ച് ഞാനും ഇങ്ങോട്ട് പൂജയൊക്കെ കഴിഞ്ഞ് ഞാൻ TV കാണും കേട്ടോ. ഞാനൊരു 8:30 മണിക്കൊക്കെ 8 മണിക്കൊക്കെ TV തുറന്നിട്ട് ഞാൻ TV കാണും. അപ്പോൾ ആണെങ്കിൽ വാർത്ത വെക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ന്യൂസ് അവിടെ കെട്ടെ അറിയുന്നാലും ന്യൂസൊക്കെ കേൾക്കും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മ പറയുമോ രാത്രിയിൽ ഉമ്മ എന്തെങ്കിലും ഫുഡൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി തരും. ചില സമയത്ത് ഉമ്മ പറയും രാവിലത്തെ പത്തിരിൻ്റെ അത് എടുത്തേക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കറി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും, അല്ലാണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല. എനിക്ക് പാൽച്ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കട്ടൻ ചായ ഒരു 10-18 വയസ്സ് വരെ കുടിച്ച ആളാണ്. ഈ ചോറുന്ന കഥ പോലെ തന്നെ നല്ലപോലെ കട്ടൻ ചായ കുടിച്ച ആളായിരുന്നു. എന്തോ ഉപ്പ എപ്പോഴും പാല് വാങ്ങിത്തരും, അല്ല പാൽപ്പൊടി വാങ്ങിത്തരും. അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് തന്നെ ആയിരുന്നു. ഇപ്പോഴും അൽഹംദുലില്ലാ പാല് ഒന്നും വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാൽച്ചായ കുടിക്കുന്നുണ്ട് തന്നെ. ചില സമയത്തൊരു മൂടാണ് എനിക്ക് രാത്രി പാൽച്ചായ വേണമെന്ന്. അപ്പം ഉറക്കം കിട്ടൂല എന്ന് എനിക്കൊക്കെ കണക്ക് തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഈ അടുത്ത് എനിക്ക് ഞാൻ ഒരുപാട് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് ഇവിടെ എന്താ എന്നെ പറയുന്നത്. അപ്പോൾ ക്ഷമിക്കണം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്
ആരറിയാത്തവരില്ലേ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട എന്ത് എന്നാലും ഞാൻ പറഞ്ഞിടാം. അപ്പോൾ രാത്രിയിൽ ഞാൻ കാരക്ക മാത്രം കഴിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും മസ്റ്റ് ഒരു കാര്യം കേട്ടോ, 2 കാര്യമുണ്ട്. എനിക്ക് കുളിക്കണം, ബ്രഷ് ചെയ്യണം, അത് മസ്റ്റാണ്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് എനിക്ക് ഫുഡ് ആരും തന്നില്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചാലും ഞാൻ കുടിക്കും. പക്ഷെ എനിക്ക് രാവിലെ ഫ്രഷായി കുളിച്ച് ഫ്രഷായി പെർഫ്യൂം എന്നും വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ പെർഫ്യൂമിന് അടിയാണ്. എൻ്റെ അമ്മക്കാണ് കണ്ണൂടെ പെർഫ്യൂം അടിക്കുന്നത്. പക്ഷെ ഞാൻ അടിക്കും കേട്ടോ, ഞാൻ വാങ്ങലുണ്ട്. അല്ലാണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെ ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തരലുണ്ട്. പിന്നെ അളിയപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അളിയൻ തന്നിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ ഞാൻ വാങ്ങിക്കലുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് നിർബന്ധമാണത്. അപ്പം അമ്മ പറയും, ഓ എൻ്റെ ഒരു പെർഫ്യൂം ഇതില്ല, നടക്കൂല, ഒപ്പനെ പോലാണെന്നൊക്കെ പറയട്ടോ. എൻ്റെ ഉപ്പ അങ്ങനെയാണ്. അങ്ങനെ രാത്രിയിൽ ഈ കാരക്ക, അതായത് കാരക്ക മാത്രം കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. അതിന് മുന്നേ എടുക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഇഷ നിസ്കരിക്കുന്നതിന് മുന്നേ ഞാൻ മേല് കയറുമ്പോൾ മേലേക്ക് ബ്രഷ് ചെയ്ത് മേലേക്ക് ഭാഗത്തായിട്ടേ ഉള്ളൂ ഇഷ നിസ്കരിക്കുക. ഇഷ ബാങ്ക് കൊടുക്കുന്ന ആ ടൈമിൽ നിസ്കരിക്കില്ല, അങ്ങനെ ശീലമായിപ്പോയി. ചിലർ പറയുന്നുണ്ട് അത് പാടില്ലാന്ന്, പക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് പിന്നെ എൻ്റെ അപ്പിക്കൊണ്ട് കേട്ടോ അങ്ങനെ ഇട്ടത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല, ഞാനും കഴിക്കില്ല രാത്രി. പിന്നെ പച്ചവെള്ളം ഞാൻ നന്നായി കുടിക്കും കേട്ടോ, വെള്ളം ഞാൻ നന്നായി കുടിക്കും, എനിക്കിഷ്ടമാണ്. തണുത്ത വെള്ളം പറയും വേണ്ട, എത്ര തൊണ്ടവേദന വന്നാലും ഞാൻ കഴിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ അതായത് 10 മാസങ്ങൾക്ക് ശേഷം, 10 മാസങ്ങൾക്കുള്ളിൽ ഞാൻ ചെയ്യുന്ന ഷെഡ്യൂൾ എന്താ പറയുക, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് അറിഞ്ഞല്ലോ ഞാൻ. ഇപ്പോഴല്ലേ ചാനൽ പോയ ആ യൂട്യൂബിലും ഇപ്പോൾ ചാനൽ പുതിയതായി എടുത്തിട്ടുള്ള ഈ യൂട്യൂബിലും ഞാൻ ചെയ്യുന്നത് സുബഹി നിസ്കരിച്ച് കിടന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി 9-9:30 10 മണിയൊക്കെ ആകുമ്പോൾ, ചിലപ്പോൾ 10:30 ആവുന്നുണ്ട്, എഴുന്നേറ്റിട്ടുണ്ടാവും. ബാത്റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി വന്ന് അപ്പോഴത്തേക്കും ചായ ഒക്കെ ആക്കി. അപ്പം ഞാൻ ലോറ് നിസ്കരിച്ച് ചായ കുടിച്ച് ലോറ് നിസ്കരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇല്ല, അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കും. വീഡിയോ എടുക്കാൻ വന്നിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, വീഡിയോ എടുത്ത് അതിനെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മിസ്റ്റേക്സൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ടിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ആകെ കൂടി 2 GB ആണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ചാനൽ നഷ്ടമായതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ലൈവ് ഇടേണ്ടി വരുന്നുണ്ട്, അതും ഡെയിലി ലൈവ്. ആദ്യത്തെ 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ലൈവിലൊന്നും വരില്ല. വരലുണ്ട്, ഇന്ന് വന്നാൽ നാളെ വരില്ല, ഒരു 3-4 ദിവസത്തേക്ക് വരില്ല. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെയാണ് മോണിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവും വരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ 1K ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്കെന്നെ ഓർമ്മയില്ല ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്ന്. അതായത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മറന്നു കിട്ടും. ആ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്ന് അപ്പോഴത്തേക്ക് അസർ ബാങ്ക് കൊടുക്കും. അസർ നിസ്കരിച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തെ കാര്യമായിട്ടോ പറഞ്ഞത്. 5 മണിക്ക് ലൈവ് ഉണ്ട്, അപ്പോൾ 5 മണിയിലേക്ക് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ച് പിന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ ചാർജൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഫാമിലിയിൽ നിന്ന് ആരെയും വന്നാൽ ഞാൻ ലൈവ് ഒന്നും ഇടില്ല കേട്ടോ, വീഡിയോ എടുക്കലില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു, അപ്പോൾ ഞാൻ എടുക്കില്ല, അതൊന്നും ഞാൻ ചെയ്യില്ല. നമ്മളെ കാണാൻ വരുമ്പോൾ നമുക്ക് വീഡിയോ അല്ലല്ലോ മസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ലൈവ് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് അപ്പം മതിയും എല്ലാവരും ചോദിക്കല്ലേ ചായ കുടിച്ചോന്ന്. ലൈവ് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക. ചായ കുടിച്ച് ചിലപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കുടിക്കാറുമ്മ, അല്ലെങ്കിൽ മഗ്‌രിബിന് മുന്നേ കുടിക്കും. അധിക ടൈമും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാനൊന്ന് ചായ കുടിക്കും. എന്നിട്ട് നമ്മൾ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് പോകും. അപ്പോൾ അതേപോലെ തന്നെ 8 മണി 8:30 ആയാൽ TV തുറന്ന് ബിഗ് ബോസ് ആദ്യം കാണല്ലേനും ഇപ്പോൾ കാണല്. അതൊക്കെ കണ്ട് 10:30 മണി 11 മണിയാവും ഞങ്ങൾ കിടക്കാൻ. 2 ആളായിരുന്നിട്ട് കാര്യമില്ല. ഉമ്മ പറഞ്ഞാൽ ഉമ്മക്ക് ഒരുപാട് പണി ഉണ്ടാവില്ല, അവിടെ അടിച്ച് ഇവിടെ അടിച്ച് കളിക്കണ്ടേ. അപ്പോൾ ഞാൻ അന്നേരം കൊണ്ട് നിലകാൻ പോയി. ഞാൻ എൻ്റെ എപ്പോഴൊന്നും ഇല്ല, ഇപ്പോൾ എപ്പോഴൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പ്രശ്നമില്ല, അൽഹംദുലില്ലാ. ഇതേ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരക്ക കഴിക്കുമോ. എന്നോട് ഡോക്ടർ പറഞ്ഞാൽ കാരക്ക നന്നായി കഴിച്ചോ, ബ്ലഡ് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ
ആ ഒരു ദിവസത്തിൽ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചിലപ്പോൾ വാങ്ങിക്കും കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ചായ മാത്രം മതി, അത് നല്ല സ്ട്രോങ്ങിൽ അങ്ങനെയൊക്കെ. അപ്പോൾ രാത്രിയാവുന്നു, നമ്മൾ കിടക്കുന്നു, രാവിലെ ആവുന്നു, അൽഹംദുലില്ലാ. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തത്, എനിക്ക് എപ്പോഴും 2 നേരം കുളിക്കണം. രാത്രി മീൽ എഴുതും, രാവിലെ കുളിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇതുവരെ പഠിച്ചവൻ അതിനെനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. എന്താ പറയുക, അതെനിക്ക് മസ്റ്റാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, ബ്രഷ് ചെയ്യണം, കുളിക്കണം, എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട എല്ലാവരും പറയും അറിയാത്തൊരു രീതി ഇങ്ങോട്ട് പോകാൻ നിൽക്കണമെന്ന്. പക്ഷെ എൻ്റെ അറിയുന്നവരാരും ചോദിക്കില്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ അക്ക് പെരുന്നാളൊക്കെ വന്നാലും എനിക്ക് കണക്കാണെന്ന്. കാരണം ശരിയാണ്, എനിക്ക് പെരുന്നാൾ വന്നാലും ഞാൻ പുതിയ ഡ്രസ്സ് ഇടുന്നേ ഉള്ളൂ. ഞാൻ ഇതേപോലെ തന്നെ കണ്ണെഴുതിയിട്ടും ലിപ്സ്റ്റിക് ഇട്ടിട്ടും ഒക്കെ തന്നെയാണ് എപ്പോഴും. ഞങ്ങൾ വീട്ടിൽ ഈ അമ്മ പറയും കേട്ടോ, ഈ എങ്ങോട്ടോ പുറപ്പെട്ട് പോവുകയാണോ എന്ന് തോന്നുമെന്നൊക്കെ. ആദ്യം വന്നപ്പോൾ ഒരു ചോദിച്ചു, ഇപ്പോൾ അവർക്കൊക്കെ അറിയാം ഈ മുതൽ ഇങ്ങനെ തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, എന്ന് കുറച്ച് ഓവറായി തോന്നുന്നുണ്ടില്ല ടോക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞാൻ പറഞ്ഞതിൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.